ഹായ് ഗൈസ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇടിയപ്പം അല്ലെങ്കിൽ നൂൽപുട്ട് അല്ലെങ്കിൽ നമ്മൾ സ്ട്രിങ് ഹോപ്പർ എന്ന് പറയും. ആക്ച്വലി ഈ ഇടിയപ്പം എന്ന് പറയുന്നത് തമിഴ് സിംഹളീസ് ക്യൂസീൻ്റെ ഭാഗമാണ്. അത് ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ സൗത്ത് ഇന്ത്യയിലും അതുപോലെ തന്നെ ശ്രീലങ്കയിലും ബ്രേക്ക്ഫാസ്റ്റ് ഡിഷായിട്ട് അല്ലെങ്കിൽ ഒരു ഡിന്നറിൻ്റെ ഡിഷായിട്ടാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആക്ച്വലി ഈ ഇടിയപ്പം എന്ന് പറയുന്നത് ആ ടാങ്കിൾഡ് ഷേപ്പ് കാരണമാണ് അതിന് ആ ഇടിയപ്പം എന്ന് പേര് വന്നതെന്നാണ് പറയപ്പെടുന്നത്. ആക്ച്വലി അത് ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് രാവിലെ ഉണ്ടാക്കാനും ഒക്കെ സാധാരണ രീതിക്ക്. പിന്നെ ഇവിടെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സ്വീഡനിലാണ്. അത് കാരണം എന്താ പറയുക, നമുക്ക് റൈസ് ഫ്ലോർ കിട്ടാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്താ പറയുക, ഇവിടെ റൈസ് ന്യൂഡിൽസ് കണ്ടിരുന്നു. സോ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ ഈ റൈസ് ന്യൂഡിൽസിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട് നമ്മുടെ ഇടിയപ്പത്തിന് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ റൈസ് ന്യൂഡിൽസ് വാങ്ങി അത് ബോയിൽഡ് വാട്ടറിൽ ഉപ്പും അതുപോലെ തന്നെ ഓയിലും ഒഴിച്ച് അതിട്ട് ബോയിൽ ചെയ്ത് അതിനെ സ്ട്രെയിൻ ചെയ്തെടുത്ത് നമ്മുടെ റണ്ണിങ് വാട്ടറിൽ നന്നായി വാഷ് ചെയ്തു. എന്നിട്ട് നമ്മുടെ ഇഡ്ഡലി സ്റ്റീമറിൽ വച്ചിട്ട് കോക്കനട്ടും അതുപോലെ ഇതൊരു ലെയറും വീണ്ടും കോക്കനട്ട് വീണ്ടും ഒരു ലെയർ അങ്ങനെ ഇട്ട് ഒരു 10 to 15 minutes ഒന്ന് നന്നായി സ്റ്റീം ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആ ഒരു ഒതൻറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സെയിം ടേസ്റ്റിൽ തന്നെയുള്ള കേരളയിൽ നമ്മൾ കഴിക്കുന്ന സെയിം ടേസ്റ്റിലുള്ള ഇടിയപ്പം നമുക്ക് കിട്ടുന്നുണ്ട്. അത് നമുക്ക് കോക്കനട്ട് എല്ലാ ഷുഗറിൻ്റെ കൂടി അതെല്ലാം എങ്ങനെ വേണമെങ്കിൽ സെർവ് ചെയ്യാറുണ്ട്.